പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടിക്ക് പെട്ടെന്ന് തരിപ്പി പോവുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് കുട്ടിയെ ഉടനെ ഒക്കത്ത് വെച്ച് തട്ടി കൊടുക്കുകയാണ്. എന്നാൽ ഇത് നമ്മൾ ചെയ്യരുത്. കാരണം അതുപോലെ അത് തൊണ്ടയിൽ പാലിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും തരിപ്പി പോകാനുള്ള സാധ്യത അതുവഴി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എമർജൻസിയായി ആദ്യം ചെയ്യേണ്ടത് കുട്ടിയെ ഒരു വശത്തേക്ക് ചരിച്ച് കിടത്തി ബാക്കിൽ ഇങ്ങനെ തട്ടി കൊടുക്കണം. ഈ രീതിയിൽ ബാക്കിൽ തട്ടി കൊടുക്കുക. എന്നിട്ട് ആ സമയത്ത് വായിലുണ്ടാകുന്ന പാല് ചിലപ്പം പുറത്തോട്ട് പോകും. പിന്നെ ചെയ്യേണ്ടത് കുട്ടിയെ ഈ രീതിയിൽ കമഴ്ത്തി കിടത്തിയിട്ട് നമ്മുടെ ഈ 2 ഷോൾഡർ ബ്ലേഡ്സ് ഉണ്ടല്ലോ അതിനിടയിൽ നല്ല ശക്തിയിൽ തട്ടി കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടിക്ക് വേദനയാകുമോ എന്നൊന്നും കരുതി നമ്മൾ പതുക്കെ കൊട്ടരുത്. നല്ല രീതിയിൽ നമ്മുടെ ഉദ്ദേശം എന്നത് തരിപ്പിപ്പോയ പാല് അത് പുറത്തോട്ട് വരികയാണ്. ആ ഉദ്ദേശത്തോടു കൂടി തന്നെ നല്ല ശക്തിയിൽ തന്നെ കൊട്ടുക. ഇങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ. ഈ 2 രീതിയിൽ 2 ഷോൾഡർ ബ്ലേഡ്സിൻ്റെ ഇടയിലായിട്ട് തട്ടി കൊടുക്കണം. പിന്നെ നമ്മൾ കുട്ടിയെ തിരിച്ച് ഇതേ പൊസിഷനിലോട്ട് തന്നെ കെടുത്തിയിട്ട് എന്തെങ്കിലും പാലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടച്ച് കളയുക. അതിനുശേഷം കുട്ടി കരയുന്നുണ്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ കളറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കണം. ചില കുട്ടികൾ ഈ സമയത്ത് തൊണ്ടയിൽ കുടുങ്ങിയതിന് ശേഷം നീല കളർ ആവുകയോ അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ തീരെ അനക്കമില്ലായകയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ ചെയ്യേണ്ടത് കിടത്തിയിട്ട് CPR കൊടുക്കാം. CPR കൊടുക്കുമ്പോൾ നമ്മുടെ 2 നിപ്പിൾസിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് കൈ അമർത്തിയിട്ട് വേഗം ഇങ്ങനെ ചെയ്യാം. ഈ ഒരു രീതിയിൽ ചെയ്യും. കുട്ടി കരഞ്ഞു വരികയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ കുട്ടിക്ക് അനക്കമൊന്നും ഇല്ലെങ്കിൽ ഈ രീതിയിൽ CPR കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കാനുള്ളത് നോക്കണം.